പേര് ജിതിൻ. ഞാനിവിടെ അടുത്ത് തന്നെ കൈനേരിയിൽ നിന്നാണ് വരുന്നത്. ഞാനിന്നിപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് ഉടമ്പടി എടുത്തതുകൊണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹങ്ങളും അതിലൂടെ എനിക്ക് വന്ന മാറ്റങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ്. ഞാൻ ആദ്യമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വരുന്നത് 2022 വരാനുണ്ടായ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു ആർമി റിക്രൂട്ട്മെൻറ്റിൽ അറ്റൻഡ് ചെയ്യും. അതിൻ്റെ ഫിസിക്കലെല്ലാം കഴിഞ്ഞു. അപ്പം മെഡിക്കലിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ടൈമിൽ എൻ്റെ അമ്മയുടെ ചേച്ചിക്കും അമ്മയ്ക്കും ഭയങ്കര നിർബന്ധം തന്നെ ഇവിടെ കൊണ്ടുവരണമെന്ന്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്യാവശ്യം ദേഷ്യപ്പെടുന്ന ഒരാളാണ്. ചില സമയത്ത് എനിക്കെന്നെ കൺട്രോൾ കിട്ടാറില്ല. വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും മൊത്തത്തിൽ ഞാൻ ഒരു ടെമ്പർ മൈൻഡ് എപ്പോഴും കാണിച്ചിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു, ഞാൻ എന്നേലും ഇവിടെ വന്ന് ഈ മണ്ണി ഒന്ന് കാല് കുത്തിക്കഴിഞ്ഞാൽ എനിക്കൊരു മാറ്റം വരും, മാതാവ് പിന്നെ ഹോൾഡ് ചെയ്തു എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് കൊണ്ടുവരാനായിട്ടുള്ള കാരണങ്ങൾ നോക്കിയിട്ടും എന്നെ ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ വന്നിട്ടില്ല. ഞാൻ വരത്തില്ല എന്ന് ഞാൻ തീർത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ 2017 എൻ്റെ ഉടമ്പടി എടുത്തയാ. അപ്പോൾ അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിലും എനിക്ക് വലിയ ട്രസ്റ്റൊന്നുമില്ല, ദൈവത്തിൽ വിശ്വാസമുണ്ട്. പക്ഷേ പുറത്തിങ്ങനെ മാതാവ് എല്ലായിടത്തും മാതാവില്ല എന്നുള്ളൊരു ചിന്തയിൽ തന്നെ ഞാനും പൊയ്ക്കൊണ്ടിരുന്നത്. അങ്ങനെ 22 എൻ്റെ ഈ ഒരു ആവശ്യം വന്ന സമയത്ത് അമ്മയുടെ നിർബന്ധപ്രകാരം കുറച്ച് മുന്നേ ഞാനിവിടെ വന്നു. ഇവിടെ വന്ന് അച്ഛനെ കാണാനുള്ള ടോക്കൺ അന്ന് അമ്മ എടുത്തിട്ട് അമ്മ ഇവിടെ വെയിറ്റ് ചെയ്യുക. അപ്പം ഇവിടെ ഭയങ്കര ആൾത്തിരക്കും കൂട്ടവും എനിക്കങ്ങ് പറ്റുന്നില്ല. കുറേ നേരം നിന്ന് ഞാൻ അമ്മയോട് പറഞ്ഞു ഞാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് നിന്നു. പക്ഷേ അമ്മ സമ്മതിക്കുന്നുമില്ല. ഏറ്റവും അവസാനം ഇവിടെ വെച്ച് തന്നെ അമ്മയോട് ദേഷ്യപ്പെട്ട് നിങ്ങളെങ്ങനെയാണെന്ന് വെച്ചാൽ പോരെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങി ഞാൻ പോയി ഇവിടുന്ന് 100% കോൺഫിഡൻസിലാണ് ഞാൻ ഇറങ്ങിപ്പോയത്. കാര്യം എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ, എന്നെക്കൊണ്ട് പറ്റുമെന്നുള്ള ചിന്തയിൽ തന്നെ ഞാൻ ഇറങ്ങിപ്പോയി. ഞാനിവിടുന്ന് പോയി കഴിഞ്ഞ് ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ അറ്റൻഡ് ചെയ്ത ആർമി റിക്രൂട്ട്മെൻറ്റ് റാലി അതിൻ്റെ ട്രേഡ് അവർ അഗ്നിവീറിൻ്റെ സ്കീമിലോട്ട് വന്നപ്പോൾ അത് ക്യാൻസൽ ചെയ്തു. ഒന്നും കൂടെ വേണമെന്നുള്ളത് വന്നു. എനിക്കാണ് ഓപ്ഷനും ഇല്ല. കാര്യം എനിക്ക് ഏജ് ഓവർ ആവും. കറക്റ്റ് ടൈമിലാണ് ഇത് ഞാൻ അറ്റൻഡ് ചെയ്തത് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് അടി അവിടുന്ന് തന്നെ കിട്ടി. രണ്ടാമത് പിന്നീട് അങ്ങോട്ട് എനിക്ക് തന്നെ അറിയത്തില്ല ജീവിതത്തിൽ എന്തുമാത്രം ഞാൻ കോൺഫിഡൻസ് ആയിട്ടിരുന്നോ അതിലുപരിയായിട്ട് എനിക്ക് സങ്കടങ്ങളും സമാധാനക്കേടും വിഷമതകളും എനിക്ക് തന്നെ പറ്റാത്തൊരു സാഹചര്യം. 100% കോൺഫിഡൻസ് ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഞാൻ. പിന്നെ അതിൻ്റെ ഇരട്ടി ഹോപ്പ് വെച്ചിട്ടാണ് പിന്നെയും കൂടെ തിരിച്ചു വരുന്നത്. ഇവിടെ വന്നു, അമ്മയായിട്ട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു. ഉടമ്പടി പ്രകാരം മുന്നോട്ട് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനും ജീവിതത്തിൽ നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു വന്നു തുടങ്ങിയ സമയം എല്ലാം ഓക്കെ ആയെന്നുള്ള ചിന്തയിൽ പോയപ്പോൾ ഞാൻ തന്നെ പയ്യെ ഇതിൽ നിന്ന് മാറി തുടങ്ങി. അങ്ങനെ ഞാൻ അത്യാവശ്യം വള്ളംകളിക്കൊക്കെ പോകുന്നതാണ്. ആ ടൈമിൽ ഇപ്പോൾ ഒരാഴ്ചത്തെ ഒരു ക്യാമ്പ് വന്നു. അപ്പോൾ അതിന് പോകാനായിട്ട് പോയപ്പം ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയെല്ലും ബാക്കി കാര്യങ്ങളും ഉടമ്പടി കറക്റ്റായിട്ട് പാലിച്ചു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൂട്ടുകാരിടയിലോട്ട് എനിക്കിത് കൊണ്ടുപോകാനുള്ള മടി കാരണം ഞാൻ ഇത് കൊണ്ടുപോയില്ല. തിരിയാണേലും പുസ്തകമാണെങ്കിലും കാര്യങ്ങളൊന്നും കൊണ്ടുപോയില്ല. അവിടെ ഇത് ഫോളോ ചെയ്യുകയും ചെയ്തില്ല. തിരിച്ച് ഞാൻ വീട്ടിൽ എത്തിയില്ല. പഴയപടി തന്നെ കാര്യങ്ങളെല്ലാം വന്നു. ജീവിതത്തിൽ വന്നതെല്ലാം പോയി. പിന്നെ ആ ഒരു പഴയ അവസ്ഥയിലോട്ട് തന്നെ വന്ന് ഒരു 2-3 മാസ കാലയളവോളം ഞാൻ ആരോടും മിണ്ടാറില്ലായിരുന്നു. ഡിപ്രഷൻ്റെ ഒരു സ്റ്റേജിലോട്ട് തന്നെ പോയി. കാര്യം എന്താണെന്നൊന്നും എനിക്കറിയില്ല. പല പ്രശ്നങ്ങൾ എന്നോടധികം വീട്ടുകാർക്കാണെങ്കിലും എന്നോടധികം ഒന്നും സംസാരിക്കാൻ പറ്റാത്ത രീതിയിലോട്ടുള്ള കാര്യങ്ങൾ വന്നു. മുറിക്കകത്ത് തന്നെ ഒതുങ്ങിക്കൂടി. ഫുഡൊന്നും വേണ്ട. അങ്ങനെ മാറി പെട്ടെന്നുള്ളൊരു സമയത്താണ് എനിക്ക് വീണ്ടും ദൈവത്തിലോടുള്ളൊരു വിശ്വാസം പിന്നെയും വർദ്ധിക്കുന്നത്. ഞാൻ ആ ടൈമിൽ എൻ്റെ കൊന്തയൊക്കെ ഊരി മാറ്റിയായിരുന്നു. ദൈവമൊന്നും ഇല്ല എന്നുള്ളൊരു കൺസെപ്റ്റിലോട്ട് തന്നെ മാറിയായിരുന്നു. അവിടുന്ന് പിന്നീട് ആ ഒരു വിശ്വാസം എനിക്ക് വളർത്തി തന്ന എൻ്റെ അമ്മയാണ്. അമ്മ പിന്നെ വീണ്ടും രാത്രി ഞാൻ കിടക്കുന്ന സമയത്ത് ഇവിടുത്തെ ഉടമ്പടി തൈലം ഞാൻ എണീക്കുന്നതിന് മുന്നേ രാവിലെ അമ്മ പ്രാർത്ഥന ചൊല്ലിയിട്ട് അമ്മ വന്ന് എൻ്റെ നെറ്റിയിലും ചുണ്ടത്തൊക്കെ തേക്കും. അതിൻ്റെ ഫലമായിട്ടാണോ എന്താണെന്നറിയില്ല, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ എനിക്ക് എൻ്റെ വിശ്വാസം ഓട്ടോമാറ്റിക്കലി അപ്പ് ചെയ്ത് വരുന്ന പോലെ തോന്നി. അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ ഒന്ന് ഉടമ്പടി പുതുക്കി. പിന്നെ മുന്നോട്ട് എന്നാ ചെയ്യണമെന്നറിയത്തില്ല. എന്തായാലും ഈ റിക്രൂട്ട്മെൻറ്റ് പോയി, ഇനി മുന്നോട്ട് എന്നാ ചെയ്യണമെന്നുള്ളൊരു വഴിയില്ലാതെ നിന്ന സമയത്താണ് IELTS പ്രിപ്പയർ ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ മുന്നോട്ട് പോയി. ഇവിടെ ഒന്ന് ഉടമ്പടി പുതുക്കിയിട്ട് ഞാൻ IELTS പ്രിപ്പയർ ചെയ്ത് എല്ലാം ചെയ്തെങ്കിലും ഫസ്റ്റ് അറ്റംപ്റ്റിൽ ഞാൻ ഫെയിലായിപ്പോയി. പക്ഷേ അപ്പോൾ എനിക്ക് ട്രസ്റ്റ് ഉണ്ടായിരുന്നു. രണ്ടാമത് വന്നു, രണ്ടാമതും അതേപോലെ തന്നെ സംഭവിച്ചു. അപ്പോൾ അതും 0.5 എന്നുള്ളൊരു നിരക്കിലാണ് എനിക്ക് പോകുന്നത്. മൂന്നാമത്തെ വട്ടം ഞാനിവിടെ വന്നപ്പോഴത്തേനും അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അച്ഛൻ അതിനകത്ത് പറഞ്ഞൊരു കാര്യം എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് തട്ടി. നമ്മൾ ഉടമ്പടി വെച്ചിട്ട് ആ നിയോഗങ്ങൾ സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ഉടമ്പടിക്ക് ഒരു പട്ടിത്തിട്ടത്തിൻ്റെ വിലയാണ് മാതാവ് തരുന്നതെന്ന്.
അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ അപ്പോൾ ഇവിടെ വെച്ചൊരു തീരുമാനം എടുത്തു, ഇതിലും കൂടെ ഞാൻ പാസ്സായില്ല എന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഈ ഉടമ്പടി കണ്ടിന്യൂ ചെയ്യുന്നില്ല, നിർത്തുകയെന്ന് പറഞ്ഞു. സാധാരണ പോലെ തന്നെ ഞാൻ പിന്നെയും പൊട്ടി. ഞാൻ എൻ്റെ ഉടമ്പടി അവസാനിപ്പിച്ചു. പക്ഷേ അവസാനിപ്പിച്ചത് അങ്ങനെ ആയിട്ടല്ല. എൻ്റെ ഉടമ്പടിയിൽ എനിക്ക് വാല്യൂ ഇല്ലാതായിട്ട് തോന്നിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അമ്മയുടെ ഉടമ്പടിയിൽ എനിക്ക് നല്ല വാല്യൂ ആയിട്ട് തോന്നിയായിരുന്നു. ഞാൻ പിന്നെ എൻ്റെ അമ്മയുടെ ഉടമ്പടി ഫോളോ ചെയ്തു. അതിൽ സാധാരണ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്ത് മുന്നോട്ട് പോയി. അതിൻ്റെ ഫലമായിട്ട് എനിക്ക് ലാസ്റ്റ് എഴുതിയ എക്സാമിൽ എനിക്ക് ഓഫർ ലെറ്ററിന് വെക്കാനായിട്ടുള്ള സ്കോർ കിട്ടിയായിരുന്നു. അങ്ങനെ ഞാൻ ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്തിട്ട് വെച്ച കോളേജിലെല്ലാം റിജക്ഷൻസാണ് വരുന്നത്. വെയിറ്റിംഗ് ലിസ്റ്റിലോട്ടാണ് എല്ലാം പൊയ്ക്കൊണ്ടിരുന്നത്. അവസാനം അവിടുത്തെ ഒരു ഡെലിഗേറ്റ് പറഞ്ഞിട്ട് വീണ്ടും ഫീസ് അടച്ച് വെച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ശരിക്കും നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്നൊരവസ്ഥയായി. കാര്യം കോളേജിലോട്ടെല്ലാം ഫീസ് അടയ്ക്കുന്ന സമയത്ത് എനിക്ക് ജോലിയില്ല, അമ്മയും ജോലിയൊന്നുമില്ല. നമ്മുടെ കൃഷിയിലൂടെയൊക്കെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആ സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഫണ്ട് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അപ്പം അമ്മയും വരെ എന്നോട് പറഞ്ഞു, ഇനിയിപ്പം പെട്ടെന്നുള്ള സാഹചര്യത്തിൽ എവിടെ നിന്ന് പൈസ ഉണ്ടാക്കാനാ, നീ എന്തെങ്കിലും ചെയ്യുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നൊരു സാഹചര്യത്തിൽ എന്ത് ചെയ്യുമെന്നറിയാൻ നിൽക്കാൻ നേരത്ത് എൻ്റെ മുന്നിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ വഴിയായിട്ട് ഞാൻ അതിന് വെക്കുകയും പിന്നെ ആ ഡെലിഗേറ്റ് പറഞ്ഞതും എനിക്ക് ക്യാൻസലായി പോവുകയും ചെയ്തു. അന്ന് ഞാൻ വീട്ടിലുണ്ടായിരുന്നൊരു സമയമായിരുന്നു. എൻ്റെ അമ്മ അടുത്തുണ്ടായിരുന്നു. ഞാൻ എൻ്റെ അമ്മയുടെ പറഞ്ഞു, നിങ്ങൾ ഒറ്റൊരുതിയാ എൻ്റെ ജീവിതം ഇങ്ങനെ ആക്കിയേ, വന്നിച്ചില്ലേലും നിന്ദിക്കത്തില്ലായിരുന്നു, ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു, എൻ്റെ ജീവിതം നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്ക് സമാധാനമായില്ലെന്ന് ഞാൻ എൻ്റെ അമ്മയുടെയൊക്കെ ചോദിച്ചു. അന്ന് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞൊരു കാര്യമാണ്, എൻ്റെ മാതാവ്, ഞാൻ വിശ്വസിക്കുന്ന മാതാവ്, നിനക്ക് ഇന്ന് 6 മണിക്ക് മുമ്പായിട്ട് ഓഫർ ലെറ്റർ തരുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കാണാം. അവിടെ നിന്നു. അപ്പോൾ അമ്മ എല്ലാ ദിവസവും 3 മണിയാകുമ്പോഴത്തേനും കർണക്കൊന്ത കൂടും. പിന്നെ വൈകുന്നേരം കൊന്തയും അമ്മ തന്നെത്താനെ ചെല്ലും. അങ്ങനെ വൈകിട്ട് അമ്മ കൊന്ത ചെല്ലിക്കൊണ്ടിരുന്ന സമയം അമ്മ 6 മണി എന്നുള്ള സമയമാണ് പറഞ്ഞിരുന്നത്. പക്ഷേ 5:45 എനിക്ക് അവിടെ നിന്ന് മെയിൽ വന്നു, എനിക്ക് ഓഫർ ലെറ്റർ കിട്ടി. പക്ഷേ ഓഫർ ലെറ്റർ കിട്ടിയെങ്കിലും 6 ലക്ഷം രൂപ അടയ്ക്കണം 15 ദിവസത്തിനുള്ളിൽ. നമ്മളെക്കൊണ്ട് എന്തായാലും അതിനുള്ള ഒരു സ്റ്റേജിലല്ല ഞങ്ങൾ. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് അമ്മ പറഞ്ഞു, അതിന് മാതാവ് വഴി കാണിച്ചു തരും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി എനിക്ക് അപ്പോളെ ചെറിയൊരു ട്രസ്റ്റ് പിന്നെ വന്നു തുടങ്ങി. പിന്നെ അതിൻ്റെ അടുത്ത ദിവസം കഴിഞ്ഞപ്പോഴത്തേനുമാണ് വീണ്ടും ഞാൻ ഏറ്റവും ആദ്യം വെച്ച കോളേജിൽ നിന്ന് എനിക്ക് ഓഫർ ലെറ്റർ വന്നു. അവിടെ 2 ലക്ഷം രൂപ അടച്ച സീറ്റ് കൺഫേം ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ ഞങ്ങൾ അടയ്ക്കാൻ വേണ്ടി പോയ സമയത്ത് 1,14,000 രൂപ അടച്ച് ഞങ്ങൾക്കത് ലഭിക്കുകയുണ്ടായി. പിന്നെ ഈ ഉടമ്പടിയിലോട്ട് പിന്നെയും മുന്നോട്ട് വന്നപ്പോഴത്തേനും എനിക്ക് തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. എൻ്റെ ദേഷ്യം ഓരോരുത്തരുടെ, ഇപ്പോൾ അമ്മയോടൊക്കെ തന്നെയാണ് ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുമായിരുന്നു. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസം വന്നു. ബൈബിൾ വായിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഓരോ നൊട്ടേഷൻസ് ഞാൻ ഭയങ്കരമായിട്ട് എടുത്ത് വെക്കാൻ തുടങ്ങി. എൻ്റെ ഡെയിലി റൊട്ടീനായിട്ട് ഞാൻ ചെയ്യുന്ന കുറേ വചനങ്ങൾ എൻ്റെ മനസ്സിൽ പിന്നെയും ഓരോന്നോരോന്നായിട്ട് എനിക്ക് കിട്ടിത്തുടങ്ങി. അത് ശരിക്കും ഒരു മോട്ടിവേഷനായിട്ട് മുന്നോട്ട് വന്ന സമയത്താണ് അടുത്ത എക്സാമിന് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത്. ആ ടൈമിൽ എൻ്റെ മുന്നിൽ ആകപ്പാടുണ്ടെന്ന് പറയുന്നത് 4 ദിവസമാണ്. കഴിഞ്ഞ ഒരു 5-8 മാസമായിട്ട് ഞാൻ നടക്കാത്തൊരു കാര്യം, അമ്മയുടെയും എൻ്റെ ഒരു കസിൻ സിസ്റ്ററുണ്ട്, എൻ്റെ സെയിം ഏജ് തന്നെ, അവളുടെയും കൂടെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ഞാൻ പോയി എഴുതി. ഞാൻ ചോദിച്ച സ്കോറ് എനിക്ക് വേണ്ടതിനേലും കൂടുതലാണ്. പക്ഷേ ഞാൻ ചോദിച്ചതിനേക്കാളും 1 മാർക്കും കൂടെ കൂടുതൽ വന്നു. അതും ഞാൻ റിസൾട്ട് വരുന്ന ദിവസം ഇവിടെ വരുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇവിടെ വന്നേ ഞാൻ എൻ്റെ റിസൾട്ട് നോക്കുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. ഇവിടെ വന്നു നോക്കി, ഞാൻ എത്ര ശ്രമിച്ചിട്ട് നടക്കാത്ത ആ ഒരു റിസൾട്ട് എനിക്ക് മാതാവ് തന്നു. 4 ദിവസത്തെ ഒരു ഇതിലാണ് 2-ാം തീയതി ഞാൻ എക്സാമിന് ഡേറ്റ് എടുത്തു. 8-ാം തീയതി എൻ്റെ എക്സാം ആയിരുന്നു. 8-ാം തീയതി വൈകുന്നേരം തന്നെ എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ എറണാകുളത്ത് നിന്ന് തിരിച്ചു വരുന്ന സമയത്ത് തന്നെ എനിക്ക് റിസൾട്ട് ലഭിക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് മുന്നോട്ട് പോയപ്പോഴത്തേനും ഫണ്ടിൻ്റെ ആവശ്യങ്ങൾ വന്ന കുറേ സമയമുണ്ട്. ഏകദേശം 30 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വേണം പോകാനായിട്ട്. ഞങ്ങളുടെ ഒരു സ്ഥലം കൊടുക്കാനായിട്ട് ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചായിരുന്നു, നടക്കുന്നില്ല. നമ്മുടെ ഉടമ്പടി ഉപ്പിട്ട് അമ്മ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സ്ഥലത്തിൻ്റെ കച്ചവടം നടന്നു. ഞങ്ങൾ 1 ടൈം സെറ്റിൽമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാങ്ക് ലോൺ എടുത്ത സമയത്ത്. അപ്പോൾ ബാങ്കിൽ നിന്ന് ലോൺ കിട്ടത്തില്ല എന്നുള്ള സാഹചര്യമായിരുന്നു. മാതാവിൻ്റെ ഇടയ്ക്ക് ഡേറ്റ് ഇട്ട് അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ബാങ്കിൽ നിന്ന് ലോൺ അപ്രൂവ് ആയി കിട്ടി. അങ്ങോട്ട് പോകാനുള്ള ഓരോ കാര്യങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ മുന്നോട്ടുള്ള എല്ലാ കാര്യങ്ങളും നടത്തി തന്ന് ഈ മാസം 20-ാം തീയതി ഞാൻ കാനഡയ്ക്ക് പോവുകയാണ്. എൻ്റെ വിസയും സാധനങ്ങളെല്ലാം എനിക്ക് മിനിഞ്ഞാന്ന് കിട്ടി. ഓരോ പ്രാവശ്യവും എനിക്ക് എന്തെങ്കിലും ഈ വിസ വരുന്ന കാര്യമാണേലും എക്സാം പാസ്സാകുന്ന കാര്യമാണേലും എല്ലാം ഞാനിങ്ങനെ അമ്മയിടയ്ക്ക് ചോദിക്കും, അമ്മ പാസ്സാവുമോ അല്ലെ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ ചോദിക്കും. അതും നമ്മുടെ ഈ അച്ഛൻ്റെ ധ്യാനത്തിൽ നിന്ന് തന്നെ കിട്ടിയതാണ്. പല സാക്ഷ്യത്തിലും പലരും പറഞ്ഞിട്ടുണ്ട്,
അമ്മമാരുടെ ഇടയ്ക്ക് ചോദിക്കാൻ നേരത്ത് അവർ പറയുന്നത് അവരുടെ ആ ഒരു കോൺഫിഡൻസ് മാതാവിൽ അവർക്ക് അത്ര വിശ്വാസമുണ്ട്, അപ്പോൾ നമ്മുടെ വിശ്വാസവും ഓൾറെഡി വർദ്ധിക്കും. അപ്പം അങ്ങനെ അമ്മ പറയും ഇന്ന ദിവസം വരും, ആ ദിവസങ്ങളിൽ എനിക്കിത് കിട്ടിയിട്ടുമുണ്ട്. പിന്നെ എക്സാമിന് ഞാൻ പോയ സമയത്ത് എൻ്റെ കയ്യിൽ ഞാൻ കാശ് രൂപ ഒരു റിങ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ചരട് കെട്ടിയിട്ട്. ഞാൻ എൻ്റെ ഡെയിലി റൊട്ടീനായിട്ട് ഇവിടുത്തെ തേൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഉടമ്പടി ഉപ്പ് എൻ്റെ അവിടുത്തെ കീബോർഡിൽ വെതറിയിട്ടാണ് ഞാൻ, ആ ടേബിളിലും കീബോർഡിലും വെതറിയിട്ടാണ് ഞാൻ എക്സാം അറ്റൻഡ് ചെയ്തത്. അങ്ങനെ ഈ മാസം ഞാൻ പോവുകയാണ്. എനിക്കിത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ ഇടയ്ക്ക് എല്ലാം ഒന്ന് വന്നിട്ട് പിന്നെയും ഞാൻ ഒന്ന് വഴിമാറിപ്പോയതിൻ്റെ അനുഭവങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാടുണ്ടായിരുന്നു. കാര്യം 2022 ഞാനിവിടെ വന്നു, അത് കഴിഞ്ഞ് ഉടമ്പടി എടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഒന്ന് മാറിപ്പോയതിൻ്റെ അനുഭവമായിട്ട് ഈ 23 തൊട്ട് ഈ ഒരു മാസം മുന്നേ വരെ ഞാൻ നല്ല രീതിയിൽ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും എൻ്റെ മനസ്സിൽ നല്ല രീതിയിലുള്ള കാരണം ഇനി ഒരിക്കലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ നേരത്തെ മാതാവിൻ്റെ ഇടയ്ക്ക് വന്നിരുന്നെങ്കിൽ, അല്ല ദൈവം തമ്പുരാൻ്റെ ഇടയ്ക്ക് വന്നിരുന്നെങ്കിൽ എൻ്റെ ജീവിതത്തിൽ ചിലപ്പോൾ ഇതൊന്നും സംഭവിക്കുകയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ എല്ലാത്തിനും ഒരു കാരണമുള്ളതായിട്ട് കണ്ട് ഇനി ഒരിക്കലും പഴയ ജീവിതത്തിലോട്ട് പോവാതെ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് നല്ല രീതിയിൽ പോകാനായിട്ട് ഞാൻ ശ്രമിക്കും. ബൈബിൾ വായനയും കാര്യങ്ങളൊക്കെ ഇപ്പോൾ നല്ല ചെയ്യുന്നുണ്ട്. അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ്, അതങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും. എൻ്റെ പേര് ജിജി. ഞാൻ എല്ലാ ദിവസവും 3 മണിക്ക് കർണക്കൊന്തയും 6 മണിക്ക് കൊന്തയും ചെല്ലുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും സാധിച്ചു തന്നത്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ആവശ്യങ്ങൾ മാതാവിനോട് പറയുമ്പോൾ അമ്മ 3ാമത്തെ രഹസ്യം ചെല്ലുന്ന സമയത്ത് നേരിട്ട് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് പറയും നിന്നെ ഇത്ര ദിവസത്തിനുള്ളിൽ നിൻ്റെ കാര്യങ്ങൾ സാധിച്ചു വരുമെന്നു. അങ്ങനെ എൻ്റെ കാര്യങ്ങളെല്ലാം സാധിച്ചു വരുന്നുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നുണ്ട്. അനാഥാലയത്തിലേക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ സഹായങ്ങൾ ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. എൻ്റെ അമ്മയ്ക്കും മാതാവിന് 1000 നന്ദി.